പൊന്നു മോന റിയാസിനെ പോലൊരു മോനെ കിട്ടുന്ന മാതാപിതാക്കൾ അഭിമാനം കൊണ്ടിരിക്കണം. സ്വന്തം അധ്വാനത്തിലാണ് റിയാസ് സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ലോകം മൊത്തം അറിയുന്നത്. എന്ത് സംഭവിച്ചാലും whatever happened to us, പലരും സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ അറിവില്ലായ്മ കാരണം പലരും സ്റ്റോറീസ് ഇടുന്നതായിട്ടും കണ്ടു. അപ്പം നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്നുള്ള പല കാര്യങ്ങളും നമ്മുടെ മീഡിയാസ് പോലും കറക്റ്റായിട്ട് ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. സോ അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പലരും എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണക്കാരെത്തുമ്പോൾ അത് ജഡ്ജ് ചെയ്യും. ചിലർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും കാണും. സോ വെറുതെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയ അല്ലല്ലോ, ന്യൂസ് ചാനൽ തന്നെയല്ലേ ചെയ്യുന്നത്. അതെ, ഞാൻ പറഞ്ഞ ന്യൂസ് ചാനലും അതാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ന്യൂസ് ചാനലും അല്ല, പല ന്യൂസ് ചാനൽസിലും ഇതേപോലെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും, ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല അവർ പാസ് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത്. അവരെപ്പോഴും വന്ന് മീഡിയയുടെ അടുത്ത് വന്ന് പറയത്തില്ല. പക്ഷേ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ എന്താ പറയാ ലേഡി കാനൽസ് ആയിട്ടുള്ള കുറച്ച് പേര് വന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള അവിടെ മിഷനും കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ മാത്രം അത് നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ ഇങ്ങനെ അവിടെ ഇത് ചെയ്തു, ഇതിങ്ങനെ നടന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ കുറേ പേര് എന്താ പറയുക സോഷ്യൽ മീഡിയ റീസെൻ്റ്ലി കണ്ടായിരുന്നു. അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണ് അതിൻ്റെ ബേസിസ് അല്ലേ. ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം അതുവഴി അവർക്ക് റീച്ച് വെറുതെ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പേര് പറയണ്ട, പൊതുവെ ന്യൂസ് കാണാറുണ്ടോ? ഞാൻ ന്യൂസ് കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതിനാണ് നമ്മുടെ എന്താ പറയുക ഗവൺമെന്റും നമ്മുടെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഉള്ളത്. സോ അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്തോളൂ. ഡിഫെൻസ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ അതിലേക്ക് പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിയാസ് സലീമിനെ കുറിച്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ റിയാസ് സലീം ഇട്ട ഒരു പോസ്റ്റാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അതും സിന്ദൂർ അറ്റാക്ക് നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഷെയിം എന്ന് പറഞ്ഞ് ഇതാണോ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് അറിയാത്ത ഫേക്ക് ന്യൂസ് എടുത്തുകൊണ്ട് വന്ന് സ്റ്റോറി ഇട്ടിട്ട് അതിനെപ്പറ്റി നമ്മുടെ രാജ്യത്തെ പറ്റി ഷെയിം എന്നൊക്കെ പറഞ്ഞ രീതിയിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവസാനം പുള്ളിക്കാരൻ അത് മനസ്സിലായി, തെറ്റായിട്ടുള്ള ഫേക്കായിട്ടുള്ള ന്യൂസാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. പക്ഷെ മാപ്പോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസമൊന്നും. അതിൻ്റെ അടുത്ത ദിവസമാണ് കുറേയധികം വീഡിയോസ് പോലെ പോസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടും ഇതേ കണക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതല്ല സംസാരിച്ചതെന്നുള്ളൊരു കാര്യമാണ് റിയാസ് പറഞ്ഞത്. പക്ഷേ റിയാസ് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ആ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് സംസാരിച്ചധികം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം കുറേയധികം പേര് ഇതിനെതിരെ സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും റിയാക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾ കണ്ട കണക്ക് ഡോക്ടർ റോബിൻ ഉണ്ടെങ്കിൽ റിയാസിനെ കുറിച്ച് പറയുന്നത്. ഇതുപോലത്തുള്ള ഫേക്കായിട്ട് ന്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒട്ടും ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത്. പേര് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും അത് റിയാസിനെ കുറിച്ച് തന്നെയാണെന്നുള്ളൊരു കാര്യം. അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള ന്യൂസൊക്കെ എടുത്ത് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചു പോകും. കാരണം ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് കാണുമ്പോൾ വിശ്വസിച്ചു പോകും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ. അതും ഈ റിയാസ് ഇട്ടൊരു കാര്യമാണ്. സിവിലിയൻസിന് വരെ ഭയങ്കരമായിട്ടുള്ള പാകിസ്ഥാനിൽ അറ്റാക്ക് നടന്ന് കുട്ടികൾ വരെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിലായിരുന്നു ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഫേക്കായിട്ടുള്ള ആൾക്കാർ, അതായത് പാകിസ്ഥാൻ മീഡിയാസ് തന്നെ വിട്ടിട്ടുള്ള ഫേക്കായിട്ടുള്ള ന്യൂസായിരുന്നു. അത് വിശ്വസിച്ച് എടുത്തു വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ആർമിയൊക്കെ കുറ്റം പറയുന്ന രീതിയിൽ ചെയ്ത റിയാസ് ഒരിക്കലും അത് ശരിയായിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് റിയാസിൻ്റെ ഉമ്മ പറയുന്ന റിയാസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും നല്ല മോന് എന്ന് ആ ഉമ്മ പറഞ്ഞിട്ടും ഈ ഒരു ഇഷ്യൂ കാരണമൊക്കെ തന്നെ ഇതാണോ നല്ല മോൻ എന്നുള്ള കാര്യം കമൻസും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അതൊരിക്കലും റിയാസ് ചെയ്ത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു കാര്യം പറയുമ്പോഴത്തേനും അത് മെയിനായിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പറയാൻ പാടുള്ളായിരുന്നു. അത് വളരെ തെറ്റായിപ്പോയി. അതുപോലെ തന്നെ ഇപ്പം പുള്ളിക്കാരനെതിരെ കേസും കാര്യങ്ങളും ഒരു സ്ത്രീ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അതെന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ഇനി വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇതിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.